Good day friends, this is Python Malayalam. Python മലയാളത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് കൂടി സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ വേരിയബിൾസിന്റെ സ്കോപ്പിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്താണ് സ്കോപ്പ്? നമുക്കറിയാം, നമ്മൾ എങ്ങനെയാണ് ഫംഗ്ഷൻ ഉണ്ടാക്കുന്നതെന്ന് പഠിച്ചു. ഫോർ എക്സാമ്പിൾ, ഒരു ഫംഗ്ഷൻ ഇവിടെ ഉണ്ടെന്ന് സങ്കല്പിക്കാം. ഈ ഫംഗ്ഷന്റെ ഉള്ളിൽ ഒരു വേരിയബിൾ ഉണ്ടെന്ന് സങ്കല്പിക്കാം. ഇൻസൈഡ് വേരിയബിൾ 10. ഓക്കെ, മറ്റൊരു ഫംഗ്ഷനും കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. കേവലം ഫംഗ്ഷനുകളാണ് ഡെമോ ഫംഗ്ഷൻസ്. ഇതിനുള്ളിൽ അനദർ ഇൻസൈഡ് വേരിയബിൾ ഉണ്ട് എന്ന് നിങ്ങൾ തൽക്കാലത്തിൽ മനസ്സിലാക്കുക. ഈ ഇൻസൈഡ് വേരിയബിൾ എന്ന് പറയുന്ന ഈ വേരിയബിൾ ഈ ഫംഗ്ഷന്റെ മാത്രം വേരിയബിൾ ആണ്. അതേസമയം ഈ അനദർ ഇൻസൈഡ് വേരിയബിൾ എന്ന ഫംഗ്ഷൻ ഈ ഫംഗ്ഷന്റെയും മാത്രം വേരിയബിൾ ആണ്. ഈ ഫംഗ്ഷന് ഈ വേരിയബിളിനെ സ്വീകരിക്കാൻ സാധ്യമല്ല. അതുപോലെ ഈ ഫംഗ്ഷന് ഈ വേരിയബിളിനെ സ്വീകരിക്കാൻ സാധ്യമല്ല. ഈ രണ്ട് വേരിയബിൾസും അതാത് ഫംഗ്ഷനുകളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ആ വേരിയബിളുകളുടെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ സ്കോപ്പ് ആ ഫംഗ്ഷൻ മാത്രമാണ്. ഈ വേരിയബിളിന്റെ സ്കോപ്പ് ഈ ഫംഗ്ഷൻ മാത്രമാണ്. ഇനി രണ്ട് ഫംഗ്ഷനുകൾക്കും പുറത്തായിട്ട് നമ്മൾ ഔട്ട്സൈഡിലൊരു വേരിയബിൾ ഉണ്ടാക്കി. ഫോർ എക്സാമ്പിൾ, ഔട്ട്സൈഡ് വേരിയബിൾ 500. ഈ വേരിയബിൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷന്റെ ഭാഗമല്ല, ഫംഗ്ഷനുകൾക്ക് പുറത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു പബ്ലിക് വേരിയബിൾ എന്നുള്ള രൂപത്തിലാണ് ഉപയോഗിക്കുക. അഥവാ ഈ ഫംഗ്ഷനും ഈ ഔട്ട്സൈഡിലുള്ള വേരിയബിളിനെ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ ഫംഗ്ഷന്റെ പ്രോസസ്സിനുള്ളിൽ ഔട്ട്സൈഡ് വേരിയബിളുകൾ നമുക്ക് ഇൻസൈഡ് വേരിയബിളുമായി ആഡ് ചെയ്യുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഫംഗ്ഷനുള്ളിലും നമുക്ക് അതിനെ ഉപയോഗിക്കാവുന്നതാണ്. കാരണം ഈ വേരിയബിൾ ഔട്ട്സൈഡ് ഫംഗ്ഷനുകൾക്ക് പുറത്തായതുകൊണ്ട് തന്നെ അതിൻ്റെ സ്കോപ്പ് വിശാലമാണ്, ഫംഗ്ഷനുകൾക്ക് അതീതമാണ്. ഓക്കെ, എന്തിനാണ് അത്തരത്തിലുള്ള ഫംഗ്ഷനുകൾ? ഫോർ എക്സാമ്പിൾ, നമുക്ക് ചെറിയൊരു സാമ്പിൾ പ്രോഗ്രാം ചെയ്യാം. നമുക്ക് പബ്ലിക് വേരിയബിളുകളായിട്ട് ഷുഗർ 100 ഗ്രാം ഷുഗർ, മിൽക്ക് ഒരു പാക്കറ്റ് മിൽക്ക് ഉണ്ട്. നമ്മളൊരു ഫംഗ്ഷൻ ഉണ്ടാക്കുന്നു, മേക്ക് ആപ്പിൾ ജ്യൂസ്. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷന്റെ ആപ്പിൾ ജ്യൂസിലേക്ക് മാത്രമേ നമുക്ക് ആപ്പിളുകൾ ആവശ്യമുള്ളൂ. 5 ആപ്പിളുകളുണ്ട്. നമ്മൾ ജ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നു. എങ്ങനെയാണ്? ആപ്പിൾ പ്ലസ് ഷുഗർ നമുക്ക് ആവശ്യമാണ് ജ്യൂസിന്, ഷുഗർ പ്ലസ് മിൽക്ക് നമുക്ക് ആവശ്യമാണ്, മിൽക്ക്. മൂന്നും കൂടി നമ്മൾ യൂസ് ചെയ്യുന്നു. ജ്യൂസ് ഈസ് റെഡി. ഓക്കെ, അപ്പോൾ ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കാൻ നമ്മൾ പുറത്ത് വെച്ചിട്ടുള്ള ഷുഗറും മിൽക്കൊക്കെ നമ്മൾ ഈ ഫംഗ്ഷന്റെ ഉള്ളിൽ യൂസ് ചെയ്യും. സമയം നമുക്ക് ഒരു ടീ ആണ് ഉണ്ടാക്കേണ്ടത്. ടീ പൗഡർ വേണം. ടീ പൗഡർ ഒരു പാക്കറ്റ് നമ്മുടെ കയ്യിലുണ്ട്. ടീ ഉണ്ടാക്കാൻ ടീ പൗഡർ പ്ലസ് ഷുഗർ പ്ലസ് മിൽക്ക്. നമ്മൾ ടീ ഉണ്ടാക്കുന്നു. ടീ ഈസ് റെഡി. ഓക്കെ, ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ സേവ് ചെയ്യാം. പേരുകൾ സേവ് ചെയ്യുക. ഓക്കെ, നമുക്ക് നോക്കാം. ഓൾറെഡി ഞാൻ അവിടെ ഫയൽ അതേ പേര് തുറന്നിട്ടുള്ളത് കൊണ്ടാണ് അത് പ്രശ്നമായത്. ഡോണ്ട് വറി, നമുക്ക് ഒന്നുകൂടി റൺ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ മേക്ക് ആപ്പിൾ ജ്യൂസ് എന്ന ഫംഗ്ഷൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ there's no problem, ജ്യൂസ് ഈസ് റെഡി. കാരണം ഔട്ട്സൈഡിലുള്ള ഷുഗറും മിൽക്കും ഈ ഫംഗ്ഷൻ ആക്സസ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ അതിന് വളരെ പെട്ടെന്ന് ജ്യൂസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഇനി നമ്മൾ ടീ പൗഡർ ഉപയോഗിച്ചിട്ട് ടീ ക്രിയേറ്റ് ചെയ്യാം. മേക്ക് ടീ എന്ന് പറയുന്ന ഫംഗ്ഷനുണ്ട്. ടീ ഈസ് റെഡി. ടീയും അതുപോലെ തന്നെ ഷുഗറിനെയും മിൽക്കിനെയും അതിൻ്റെ ഫംഗ്ഷനുകൾക്ക് ഉപയോഗിക്കാം. എന്തുകൊണ്ടാണ് നമ്മൾ ഷുഗറും മിൽക്കും ഔട്ട്സൈഡ് ഫംഗ്ഷൻ ആക്കിയത്? കാരണം രണ്ട് ഫംഗ്ഷനും ഷുഗറും മിൽക്കും ആവശ്യമായതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കായിട്ട് വേറെ വേറെ കൊടുക്കേണ്ടതില്ല. അത് പബ്ലിക് ആയിട്ട് നമുക്ക് വെക്കാവുന്ന. അതേസമയം
ടീ ഉണ്ടാക്കാൻ ആപ്പിളിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ആപ്പിൾ നമ്മൾ ആപ്പിൾ ജ്യൂസിന് മാത്രം വെച്ചു. ടീ പൗഡർ ആപ്പിൾ ജ്യൂസിന് ആവശ്യമില്ലാത്തതുകൊണ്ട് ടീ പൗഡർ ടീ എന്ന് പറയുന്ന മേക്ക് ടീ എന്ന് പറയുന്ന ഫംഗ്ഷന് മാത്രം ലഭിച്ചു. ആപ്പിൾ തീർന്നു കഴിഞ്ഞാൽ അത് ഈ ഫംഗ്ഷനെ മാത്രമേ ബാധിക്കുള്ളൂ. അതേസമയം ഷുഗർ തീർന്നു കഴിഞ്ഞാൽ ഈ രണ്ട് ഫംഗ്ഷനുകളെ അത് ബാധിക്കുകയും ചെയ്യും. അതാണ് പബ്ലിക്കായിട്ടും പ്രൈവറ്റായിട്ടൊക്കെ നമ്മൾ വേരിയബിളുകൾ യൂസ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം. നമുക്ക് ഷുഗർ പുറത്തു നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. പ്രിന്റ് ഷുഗർ തീർച്ചയായിട്ടും നമുക്ക് ഷുഗറിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്രിന്റ് മിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിൽക്ക് നമുക്ക് ആക്സസ് ചെയ്യാം. അതേസമയം പ്രിന്റ് ആപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഫംഗ്ഷൻ്റെ ഉള്ളിലുള്ള വേരിയബിളാണ്. ആപ്പിൾ നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയില്ല. ആപ്പിൾ ഈസ് നോട്ട് ഡിഫൈൻഡ് എന്നാണ് കാണിച്ചത്. അതുപോലെ തന്നെ ടീ പൗഡർ നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അതാണ് വേരിയബിൾസിൻ്റെ സ്കോപ്പുമായി ബന്ധപ്പെട്ടത്. ഫംഗ്ഷനുകൾക്കുള്ളിൽ ഡിഫൈൻ ചെയ്യുന്ന വേരിയബിളുകൾ ഫംഗ്ഷൻ്റേത് മാത്രമാണ്. ഫംഗ്ഷനുകൾക്ക് പുറത്ത് ഡിഫൈൻ ചെയ്യുന്ന വേരിയബിളുകൾ മറ്റു ഫംഗ്ഷനുകൾക്കും ആക്സസ് ചെയ്യാവുന്നതാണെന്നാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള പാഠം. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. പൈതൺ മലയാളം ട്യൂട്ടോറിയൽസിലേക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമല്ലോ. നിങ്ങളുടെ സംശയങ്ങളും കമൻസും താഴെ നിങ്ങൾക്ക് കമൻ്റാക്കി ഇടാവുന്നതാണ്. ഞാനതിന് മറുപടി എഴുതുന്നതുമാണ്. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.